ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അഞ്ജു പ്രഭ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്യും. രാത്രി 8:30 പ്രധാനമന്ത്രിയുടെ അഭിസംബോധന. ബജറ്റ് സമ്മേളനം പൂർത്തിയാക്കി പാർലമെന്റിന്റെ ഇരുസഭകളും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. ജനുവരി 28 ആരംഭിച്ച ബജറ്റ് സമ്മേളനത്തിന് ശേഷം വനിതാ സംവരണ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് ഈ മാസം 16 മുതൽ 3 ദിവസത്തെ പ്രത്യേക സമ്മേളനവും ചേർന്നിരുന്നു. ഇന്ന് രാവിലെ ലോക്സഭയിൽ നടപടികൾ ആരംഭിച്ചപ്പോൾ സ്പീക്കർ ഓം ബിർള ബജറ്റ് സമ്മേളനത്തിലെ ഉൽപാദനക്ഷമതയെക്കുറിച്ച് പരാമർശം നടത്തി. ഈ കാലയളവിൽ 31 സിറ്റിംഗുകൾ നടന്നതായും 12 ബില്ലുകൾ അവതരിപ്പിക്കുകയും 9 ബില്ലുകൾ പാസാക്കുകയും ചെയ്തുവെന്നും ശ്രീ ബിർള പറഞ്ഞു. രാജ്യസഭ 157 മണിക്കൂറിലധികം പ്രവർത്തിച്ചതായി സഭാ അധ്യക്ഷൻ CP രാധാകൃഷ്ണൻ അറിയിച്ചു. ഇന്ത്യയിൽ നിന്നുള്ള ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിന് തുടക്കമായി. 371 തീർത്ഥാടകർ അടങ്ങുന്ന ആദ്യ സംഘം ന്യൂഡൽഹിയിൽ നിന്ന് സൗദി അറേബ്യയിലേക്ക് യാത്ര തിരിച്ചു. ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രാലയം സെക്രട്ടറി ശ്രീവത്സ കൃഷ്ണ ഹജ്ജ് തീർത്ഥാടകരെ യാത്രയാക്കി. കേന്ദ്രമന്ത്രി കിരൺ റിജിജു എല്ലാ തീർത്ഥാടകർക്കും സുരക്ഷിത യാത്ര നേർന്നു. നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചിമബംഗാളിലും തമിഴ്നാട്ടിലും പ്രചാരണം ഊർജിതമായി പുരോഗമിക്കുന്നു. പ്രധാനമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ നരേന്ദ്രമോദി, കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ പ്രചാരണ രംഗത്ത് സജീവമാണ്. ഈ മാസം 23 വോട്ടെടുപ്പ്. വാൽപ്പാറ അപകടത്തിൽ മരിച്ചവർക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ച് ജന്മനാട്. 8 മൃതദേഹങ്ങൾ സംസ്കരിച്ചു. ഒരാളുടെ മൃതദേഹം സംസ്കരിക്കുന്നതിനായി ഷൊർണൂരിലേക്ക് കൊണ്ടുപോയി. അപകടത്തിൽ മരിച്ച 9 പേരുടെയും മൃതദേഹങ്ങൾ രാവിലെ മലപ്പുറം പാങ്ങിലെ അമ്പലത്തറ HSSൽ പൊതുദർശനത്തിന് വെച്ചു. മന്ത്രി V ശിവൻകുട്ടി ഉൾപ്പെടെ നിരവധി പേർ അന്തിമോപചാരമർപ്പിച്ചു. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്നു. ഇന്നും നാളെയും പാലക്കാട് ജില്ലയിൽ ഉയർന്ന താപനില 40 ഡിഗ്രി സെൽഷ്യസ് വരെയും, കൊല്ലത്ത് 39 ഡിഗ്രി സെൽഷ്യസ് വരെയും, കോട്ടയത്ത് 38 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഉയർന്ന ചൂടിന്റെ സാഹചര്യത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറത്തിറക്കി. പകൽ 11 മുതൽ 3 മണിവരെ തുടർച്ചയായി വെയിലേൽക്കുന്നത് ഒഴിവാക്കുക. ഇരുചക്ര വാഹനങ്ങളിൽ ഓൺലൈൻ ഭക്ഷണ വിതരണം ചെയ്യുന്നവർ സുരക്ഷിതരാണെന്ന് സ്ഥാപനങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പകൽ താപനില ഉയരുന്ന സാഹചര്യത്തിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പരിശോധനകൾ ഊർജിതമാക്കിയതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. കുടിവെള്ളം, ജ്യൂസ് കടകൾ, ജ്യൂസ് നിർമ്മാണ യൂണിറ്റുകൾ എന്നിവ കേന്ദ്രീകരിച്ചാണ് പരിശോധനകൾ. ഇതുവരെ 3641 പരിശോധനകൾ നടന്നു. ജില്ലകളിൽ ഭക്ഷ്യസുരക്ഷാ അസിസ്റ്റന്റ് കമ്മീഷണർമാരുടെ നേതൃത്വത്തിലുള്ള സ്ക്വാഡുകളാണ് പരിശോധന നടത്തുന്നത്. ഷവർമ ഉൾപ്പെടെയുള്ള ഭക്ഷ്യവസ്തുക്കൾ വിൽക്കുന്ന സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചും ഭക്ഷ്യസുരക്ഷാ പരിശോധനകൾ ശക്തമായി തുടരുകയാണെന്നും ആരോഗ്യമന്ത്രി അറിയിച്ചു. വയനാട് ദുരിതബാധിതർക്ക് കൈമാറിയ കൽപ്പറ്റ ടൗൺഷിപ്പ് വീട്ടിൽ വിള്ളൽ കണ്ടെത്തി എന്ന പരാതിയിൽ പ്രതികരണവുമായി മന്ത്രി K രാജൻ. വീട് ദുരിതബാധിതർക്ക് കൈമാറിയിട്ടില്ലെന്നും വിള്ളലല്ല ഉണ്ടായതെന്നും മേൽക്കൂരയിൽ വെള്ളം ചോർന്നു വന്ന പാടാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇത് പരിഹരിക്കാനുള്ള നടപടികൾ കൈക്കൊള്ളുമെന്നും റവന്യൂ മന്ത്രി അറിയിച്ചു. 2011 കണ്ണൂർ ആലക്കോട് തിമിരിയിൽ RSS പ്രവർത്തകരെ ബോംബെറിഞ്ഞു കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പഞ്ചായത്ത് അംഗം ഉൾപ്പെടെ 10 പേർക്ക് 25 വർഷം തടവും 2,60,000 രൂപ വീതം പിഴയും ശിക്ഷ വിധിച്ചു. തളിപ്പറമ്പ് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. ശിക്ഷവിധിയോടെ പഞ്ചായത്തംഗം അയോഗ്യനാക്കപ്പെടും. കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ 1.58 കോടി രൂപ വിലമതിക്കുന്ന 2 കിലോയോളം വരുന്ന ലഹരി മരുന്നുമായി മലപ്പുറം സ്വദേശി പിടിയിൽ. മസ്കറ്റിൽ നിന്നെത്തിയ ഇയാൾ ഭക്ഷണപ്പൊതികൾക്കുള്ളിൽ ഒളിപ്പിച്ച മയക്കുമരുന്ന് ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് പിടികൂടുകയായിരുന്നു. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ DRI കൊച്ചി സോണൽ യൂണിറ്റിന് കീഴിലെ ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിലാണ് ലഹരിമരുന്ന് കണ്ടെടുത്തത്. IPL ക്രിക്കറ്റിൽ ഇന്നത്തെ ആദ്യ മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. മത്സരം ബംഗളൂരുവിൽ അല്പസമയത്തിനകം ആരംഭിക്കും. ഹൈദരാബാദിൽ രാത്രി 7:30 നടക്കുന്ന രണ്ടാം മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ചെന്നൈ സൂപ്പർ കിങ്സുമായി ഏറ്റുമുട്ടും. എല്ലാ ഇന്ത്യൻ പൌരന്മാരും ഓരോ തവണയും രാജ്യം വിടുന്നതിനു മുൻപ് ആദായനികുതി ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നേടണമെന്ന തരത്തിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം. നികുതി ക്ലിയറൻസ് സർട്ടിഫിക്കറ്റുകൾ എല്ലാവർക്കും നിർബന്ധമല്ലെന്നും ചില നിയമപരമായ സാഹചര്യങ്ങളിൽ പ്രത്യേക വ്യക്തികൾക്ക് മാത്രമേ അവ ആവശ്യമുള്ളൂവെന്നും PIB വ്യക്തമാക്കി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.